എങ്ങനെ ഉണ്ടറാ പാകിസ്ഥാനികളെ? പഞ്ചാബികളുടെ വെടിക്കെട്ടും തെറിയും നല്ലപോലെ കിട്ടിയില്ലയോ? നീയൊക്കെ ഒന്ന് തന്നെങ്കിൽ അവന്മാര് 10 തിരിച്ചു തന്നിട്ടുണ്ട്. പഞ്ചാബികളെ കയറി ചൊറിയാൻ പോയാലുണ്ടല്ലോ, അവന്മാര് കയറി മാന്തിയിട്ട് പോവേ. നീയൊക്കെ നിന്റെ എക്സ് ക്രിക്കറ്റർമാരോട് പോയി ചോദിക്കണം ഗൗതം ഗംഭീർ ആരായിരുന്നു. ആ ഗൗതം ഗംഭീർ ഇന്ന് ടീമിന്റെ കോച്ച്. നിനക്കൊക്കെ യുവരാജ് സിംഗിന്റെ ഓർമ്മയുണ്ടോ? നിനക്കൊക്കെ ഓർമ്മയില്ലെങ്കിൽ ഉമ്മർ ഗുല്ലിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. ഉമ്മർ ഗുല്ല് പറഞ്ഞു തരും ആരായിരുന്നു യുവരാജ് സിംഗ് എന്ന്. ആ യുവരാജ് സിംഗ് ആണ് ഇന്ന് ഇമ്മാരുടെ മെന്റർ. രണ്ടും വിടക്ക് സാധനങ്ങളാ. കയറി മുട്ടാൻ പോകല്ലേ, മുട്ടിയ ഇന്ന് കിട്ടിയ പോലെ തട്ട് കിട്ടും നിനക്കൊക്കെ. ഷൈൻഷാ അഫ്രീദി, ഹാരിസ് റാവു, അബ്രാർ അഹമ്മദ് നല്ലപോലെ കിട്ടി, ശരിക്കും കിട്ടി. സത്യം പറഞ്ഞാൽ ഷൈൻഷാ അഫ്രീദി ബോൾ ചെയ്യാൻ വരുന്നു. ഷൈൻഷാ അഫ്രീദിക്ക് അറിയാം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആയുധമില്ല. ഞാൻ പാകിസ്ഥാന്റെ നമ്പർ 1 ബോളറാണ്. എൻ്റെ കയ്യിൽ ഒരേ ഒരു ആയുധമേ ഉള്ളൂ. ഇന്ന് അഭിഷേക് ശർമ്മയെ പോയി ഒന്ന് പള്ളു വിളിക്കാം, ചിലപ്പോൾ വിക്കറ്റ് തന്നാലോ. ഫസ്റ്റ് ബോൾ എറിയാൻ വരുന്നു, അഭിഷേക് ശർമ്മ 6 അടിക്കുന്നു. ഒരു ഷോർട്ട് ബോൾ എറിയുന്നു, അഭിഷേക് ശർമ്മ തൂക്കിയെടുത്ത് ബൗണ്ടറിയിൽ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അഭിഷേക് ശർമ്മയെ പോയി പള്ളു വിളിക്കാൻ പോകുന്നു. ശുഭ്മൻ ഗിൽ പറഞ്ഞ മോനെ സിംഗിൾ എടുത്ത് ചെയ്താ ഞാൻ നോക്കിക്കോളാം, ഇവനെ ഞാൻ അണ്ടർ 90 വെച്ചേ കൊടുക്കുന്നതാ. ചാമ്പ്യൻസ് ട്രോഫിക്കും കൊടുത്തായിരുന്നു, വേൾഡ് കപ്പിനും കൊടുത്തായിരുന്നു, ബാക്കി ഇന്ന് ഇവിടെ ഇട്ട് കൊടുക്കാം. അഭിഷേക് ശർമ്മ പറഞ്ഞ മോനെ സിംഗിൾ എടുത്തതാ, സിംഗിൾ എടുത്ത് കൊടുക്കുന്നു അഭിഷേക് ശർമ്മ. ശുഭ്മൻ ഗിൽ വരുന്നു, സ്ക്വയർ കട്ട്, ഡ്രൈവ്, പുള്ള്. ഷൈനെ വിളിച്ചിട്ട് വാടാ, അല്ല എന്നോട് പറയണം, അവനോടല്ല, അവന്റെ ചേട്ടനാ ഞാൻ. ഷൈൻഷാ അഫ്രീദി കണ്ണം വഴി ഓടുന്നു, ഇങ്ങനെ മുഖമൊക്കെ മറച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നു ഹാരിസ് റാവു. ഹാരിസ് റാവുവിനും അഭിഷേക് ശർമ്മയെ ഒന്ന് ചൊറിയണം. എങ്ങനെങ്കിലും അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുത്താൽ ഇവർക്ക് ജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഹാരിസ് റാവു വരുന്നു, അഭിഷേക് ശർമ്മയെ കയറി ചൊറിയുന്നു. ശുഭ്മൻ ഗിൽ പറഞ്ഞ മോനെ ഒന്നും പേടിക്കേണ്ട, ഒരു സിംഗിൾ എടുത്താൽ അവന്റെ ചോർച്ചയിൽ ഞാൻ തീർത്ത് കൊടുത്തേക്കാം. അഭിഷേക് ശർമ്മ വരുന്നു, സിംഗിൾ എടുത്തു കൊടുത്തു. ശുഭ്മൻ ഗിൽ പിന്നെ ഒരു പുൾ ഷോട്ട്. അഭിഷേക് ശർമ്മ പോയി ഹാരിസ് റാവുവിന്റെ അടുത്ത് മതിയോ, ബാക്കി ഞാൻ തരാം. ഹാരിസ് റാവുവിനും കണക്കിന് കൊടുത്തു ഇന്ത്യയുടെ പിള്ളേര് പഞ്ചാബികൾ. പഞ്ചാബികളുടെ ബാറ്റിന്റെ വായുടെ ചൂട് ഇന്ന് നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. ഷൈൻഷാ അഫ്രീദിയും ഹാരിസ് റാവും അബ്രാർ അഹമ്മദ്, സയീം അയ്യൂബ് എല്ലാത്തിനും കണക്കിന് കൊടുത്തു. മിസ്റ്ററി സ്പിന്നറായ അബ്രാർ അഹമ്മദിനും ശരിക്ക് കൊടുത്തു അഭിഷേക് ശർമ്മ. വിക്കറ്റ് എടുക്കുമ്പോഴത്തേന് യു നാക്കുന്നവനായിരുന്നു. ഇന്ന് ബോൾ പോകുന്ന കണ്ടിട്ട് യു 4 സൈഡിലോട്ടും തിരിയുമായിരുന്നു കരുത്തുകൊണ്ട്. എല്ലാത്തിനെയും പഞ്ഞിക്കിട്ട് അഭിഷേക് ശർമ്മയും ശുഭ്മൻ ഗില്ലും കൂടെ എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് അറിയാമോ? ഈ സ്കോർ 170 നോക്കുവാണെങ്കിൽ, ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ ഫ്ലാറ്റ് പിച്ചാണ്. വലിയൊരു മൂവ്മെന്റ് ഫാസ്റ്റ് ബോളർമാർക്കായാലും സ്പിന്നർമാർക്കായാലും കിട്ടുന്നില്ല. 170 എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ചിലപ്പോൾ ഒരു പ്രഷർ വന്നേക്കാം. ആ പ്രഷർ ഇന്ത്യ തോറ്റെങ്കിൽ തോറ്റ്, അല്ലാതെ പിച്ചിൽ വലിയ ഭൂതം ഇല്ലായിരുന്നു. വെറും ഫ്ലാറ്റ് പിച്ചായിരുന്നു, ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു. ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആയിട്ടല്ല വന്നുകൊണ്ടിരുന്നത്, കറക്റ്റ് ഫ്ലാറ്റ് പിച്ചായിരുന്നു. ബാറ്റിങ്ങിന് പറ്റിയൊരു പിച്ച്. ആ പിച്ചിൽ വന്നിട്ട് 2 എണ്ണം കൂടെ കിടന്ന് അഴിഞ്ഞാടി. അഭിഷേക് ശർമ്മ എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല, എന്നാ ബാറ്റ്സിംഗ് ആണ്. അയ്യാമിന്ന് വന്നിട്ട് അടിക്കുന്ന 6 എന്ന് പറഞ്ഞാൽ ഒരു കൈയും കണക്കില്ലാത്ത അടിയായിരുന്നു. എല്ലാത്തിനും കൊടുത്തു. അതിൽ അബ്രാർ അഹമ്മദിന് കൊടുത്തതാണ് എനിക്ക് സന്തോഷമായത്. ഷൈൻഷായ്ക്കും കൊടുത്തു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അഭിഷേക് ശർമ്മ. ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ മാച്ച് ഇന്ത്യയുടെ വരുതിയിലോട്ട് കൊണ്ടുവന്നു അഭിഷേക് ശർമ്മ. പിന്നെ ശുഭ്മൻ ഗിൽ, ഇന്ത്യയുടെ പ്രിൻസ്. ഇന്ന് ശരിക്കും വിരാട് കോഹ്ലിയെ നമ്മൾ മിസ് ചെയ്തതേ ഇല്ല. വിരാട് കോഹ്ലി കാണിക്കുന്നത് ബാറ്റ് കൊണ്ടും വാ കൊണ്ടും ഇന്ന് ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ പ്രിൻസ് കാണിച്ചു തന്നു. എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു ശുഭ്മൻ ഗിൽ. ശുഭ്മൻ ഗിൽ കട്ട കലിപ്പിലായിരുന്നു, കട്ട ഫോമിലായിരുന്നു. ഫോമില്ലാതെ ഇരുന്ന ശുഭ്മൻ ഗില്ലിനെ ഫോമിലോട്ട് കൊണ്ടുവന്ന പാകിസ്ഥാനികൾക്ക് നല്ല നമസ്കാരം. അവൻ ചെറുക്കൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ സഞ്ജു വരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു അഭിഷേക് ശർമ്മയും ശുഭ്മൻ ഗില്ലും കൂടെ ചേർന്ന്. ശുഭ്മൻ ഗില്ലിന്റെ ക്ലാസ് ബാറ്റിംഗ്, ഡ്രൈവ്, സ്ക്വയർ കട്ട്, പുള്ള്, കണ്ടിരിക്കാൻ പറ്റുന്ന ബാറ്റിംഗ് ആയിരുന്നു. സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ 167 സ്ട്രൈക്ക് റേറ്റ് വന്നിട്ട് അഴിഞ്ഞാടിയിട്ട് പോയ ദിവസം. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ്. 10 ഓവർ ആയപ്പോഴത്തേനും ഇന്ത്യ ഏകദേശം വിജയം ഉറപ്പിച്ചു. പിന്നെ ഇന്ത്യയുടെ ബോളിംഗിലും ഫീൽഡിങ്ങിലോട്ട് വരുവാണെങ്കിൽ വളരെ ഒരു ഓർഡിനറി ആയിരുന്നു ഇന്നത്തെ ദിവസം. അതിനെ യൂട്ടിലൈസ് ചെയ്തു ഫർഹാൻ വന്ന് 2 6 ഒരു ഹാഫ് സെഞ്ചുറിയൊക്കെ അടിച്ചപ്പോഴത്തേന് എന്തൊക്കെ ഇങ്ങനെ പൊക്കി കാണിച്ച് ആകാശത്തോട്ട് വെടിയൊക്കെ വെക്കുന്നുണ്ട്. നീ എന്ത് ഉദ്ദേശിച്ചെന്ന് ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. ഇവന്റെ പെർഫോമൻസ്, സ്ട്രൈക്ക് റേറ്റ് 128 സ്ട്രൈക്ക് റേറ്റ്, 2 ക്യാച്ച് ഇന്ത്യക്കാർ കൊണ്ട് കളഞ്ഞു. ഇന്ത്യയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ഇന്ത്യക്കാര് മിസ്റ്റേക്ക് ആവർത്തിച്ചു, ഇന്നും ആവർത്തിച്ചു. ഹാർദിക് പാണ്ഡ്യ വരുന്നു, മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു. സെക്കൻഡ് ബോളിൽ അഭിഷേക് ശർമ്മ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു, ലൈഫ് കിട്ടുന്നു. അതേ അഭിഷേക് ശർമ്മ പിന്നെ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു, പിന്നെ ഒരു ലൈഫ് കിട്ടുന്നു. 34 ബോളിൽ നിന്ന് 51 റൺസ് എടുത്തിട്ട് അവൻ ആകാശത്തോട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നു. എന്താണ് മഹാൻ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ആകാശത്തോട്ട് പൊക്കി കാണിക്കുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ 45 ബോളിൽ നിന്ന് 58 റൺസ് എടുത്ത് അതേപോലെ കയറിപ്പോകും. നീ ഇങ്ങനെ പൊക്കി കാണിച്ച ബാറ്റ് ഉണ്ടല്ലോ, നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറിച്ചു പോയി. ഇത്രയേ ഉള്ളൂ. നിനക്ക് ഇന്ന് കുറച്ച് ലൈഫ് കിട്ടി, ആ ലൈഫിനെ യൂട്ടിലൈസ് ചെയ്തു. 23 ബോളിൽ നിന്ന് 51 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയ്ക്ക് ഒരു പൊക്കി കാണിക്കലും ഇല്ലായിരുന്നു. നീ 33 ബോളിൽ നിന്ന് 51 റൺസ് എടുത്തപ്പോൾ നീ ഏതാണ്ട് ആയിപ്പോയി. 128 സ്ട്രൈക്ക് റേറ്റ്. ഇതിൽ നല്ലതായിട്ട് കളിക്കുമല്ലോ നിന്റെ ബാബർ കിങ്. 140 സ്ട്രൈക്ക് റേറ്റിൽ ആ ചെറുക്കൻ കളിക്കും. അവനില്ലല്ലോ ഇത്ര അഹങ്കാരം. എന്തോ 2 ഷോട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫർഹാന്റെ അഹങ്കാരം കാണുമായിരുന്നു. സത്യം പറഞ്ഞ ആ അഹങ്കാരം ശിവൻ ഡുബെ അങ്ങ് തീർത്തു കൊടുത്തു.
അവന്റെ അഹങ്കാരം അങ്ങ് തീർന്നു. ഫർഹാൻ മാത്രമേ കളിച്ചുള്ളൂ. നമ്മുടെ മിസ്റ്റേക്കാണ്. ഫർഹാനെ ആദ്യമേ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഇമാർ ഒരു 130 റൺസ് 140 റൺസിനകത്ത് ഒതുങ്ങിപ്പോയനെ. പക്ഷെ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് കാണാൻ പറ്റി. ഫ്ലാറ്റ് പിച്ചായിരുന്നു. ആദ്യമേ തന്നെ മനസ്സിലായി ഫ്ലാറ്റ് പിച്ചാണ്. ഇന്ത്യക്ക് ഈ സ്കോർ ചേസ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പായിരുന്നു. എന്തെങ്കിലും ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇന്ത്യ വീണില്ലെങ്കിൽ ഇന്ത്യക്ക് ഈ സ്കോർ ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. ബാക്കിയുള്ളവരുടെ സ്കോർ നോക്കിക്കേ. ഫർഹാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ആരും കളിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഫെയിലാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇമാർ 130 140 തീർന്നു പോയേനെ. പക്ഷേ ഇന്ത്യ മിസ്റ്റേക്ക് ആവർത്തിക്കുന്നു. ഇന്ത്യ 4 ക്യാച്ച് ഇന്ത്യ കൊണ്ട് കളഞ്ഞത്. ഫീൽഡിംഗ് നോക്കുകയാണെങ്കിൽ വളരെ ആവറേജ് ആയിരുന്നു. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അതാണ് ഇവർ ഇത്രയും എത്തിക്കാനുള്ള കാരണം. ഇന്ന് ഇന്ത്യ വീഴ്ത്തും എന്ന് ഞങ്ങളുടെ ബാറ്റല്ലേ ഇരിക്കുന്നത്. ആ ബാറ്റ് കൊണ്ട് വന്ന് കാണിച്ച പ്രകടനം കണ്ടോ? എങ്ങനെയാണ് ഈ ഒരു ഫ്ലാറ്റ് പിച്ച് കളിക്കേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചത്. ദുബായിലെ പിച്ച് നോക്കുകയാണെങ്കിൽ ടോസ് കിട്ടുന്ന ടീമാണ് കൂടുതലും വിജയിക്കാൻ ചാൻസ്. ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പിച്ചാണ് ദുബായിലെ പിച്ച്. രാത്രി നോക്കുകയാണെങ്കിൽ അല്പമൊക്കെ ഡ്യൂ കാണും. ബോളർമാർക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും തല്ലുകൊള്ളും. ഒമാനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടു ഇന്ത്യയുടെ ബോളർമാർക്ക് തല്ലുകൊള്ളുന്നു. ഒമാനെ കൂട്ടുള്ളൊരു ടീം അത്ര ഒരു ഫൈറ്റ് കാഴ്ചവെച്ചെങ്കിൽ ഇന്ത്യയുടെ ബാറ്റർമാർക്ക് ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയത്തില്ല. 8 വരെ ബാറ്റിംഗ് ഉണ്ട്. സോ ആ ഒരു ഫൈറ്റാണ് ഇന്ത്യ ഇന്ന് വന്ന് കാഴ്ചവെച്ചത്. പിന്നെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യയെ നോക്കി നിർത്തിക്കൊണ്ട് മാച്ചിനെ ഫിനിഷ് ചെയ്ത തിലക് വർമ്മ. ഇതേ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് റിട്ടയർ ഹെഡായിട്ട് തിലക് വർമ്മയെ വിളിച്ച് കളിയാക്കി വിട്ടു. അതേ ഹാർദിക് പാണ്ഡ്യയെ നോക്കി നിർത്തിക്കൊണ്ട് ഷൈൻഷാ അഫ്രീദിയെ ആ സ്ട്രേറ്റ് അടിച്ച 6 എന്നാ സൂപ്പർ 6 ആയിരുന്നു. ഫഹീം അഷ്റഫിനെ ഡീപ് കവറിന്റെ മണ്ടയിലൂടെ അടിച്ച 6 എന്നാ സൂപ്പർ 6 ആയിരുന്നു. എന്നാ സൂപ്പർ ഒരു പ്ലെയർ ആണ്. 3 ഫോർമാറ്റിനും പറ്റിയ ഒരു പ്ലെയർ. ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് തോന്നിച്ചു. എന്നാൽ ഈസി ആയിട്ട് മാച്ചിനെ തിരിച്ചു കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു നമ്പർ 4 നമ്പർ 5 എനിക്ക് തോന്നുന്നു തിലക് വർമ്മയെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ലാത്ത പൊസിഷനാണ്. നല്ലൊരു പൊസിഷൻ തന്നെയാണ് തിലക് വർമ്മയെ സംബന്ധിച്ചോളം. നമ്പർ 5 നമ്പർ 6 ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും. ഒമാനെതിരെ നോക്കിക്കുക, നമ്പർ 7 വന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതേ തിലക് വർമ്മ ഇന്ന് വരുന്നു, നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പിന്നെ വരുവാണെങ്കിൽ സൂര്യകുമാർ യാദവും സഞ്ജു സാംസൺ. സൂര്യകുമാർ യാദവിന്റെ കാര്യം സത്യം പറയാൻ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒരു ക്യാപ്റ്റനാണ്. ഒരു നിർണായകമായ ഒരു മത്സരത്തിൽ കളിച്ച ആ ഒരു ഷോട്ട് വളരെ പുവറായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു സൂര്യകുമാർ യാദവിന്റെ. ഈ സൂര്യകുമാർ യാദവാണ് ബാറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒമാനെതിരെ മാറിയുന്നത്. റാണയെയും അർഷ്ദീപ് സിംഗിനെയും ബാറ്റിങ്ങിന് പറഞ്ഞയക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ ടീമിലുണ്ടായിരുന്നു. സോ സൂര്യകുമാർ യാദവിന് അല്പം ഓവർ കോൺഫിഡൻസ് കൂടിപ്പോയി. ഇന്നത്തെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കണ്ടോ? ഡക്കിന് പോയി. ഇന്ത്യ ഏകദേശം 16 ഓവറിൽ അല്ലെങ്കിൽ 17 ഓവറിൽ ഈ കളി അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവ് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. സഞ്ജു സാംസൺ വരുന്നു, ഒരു ഡ്രൈവ് കളിക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നു. ടൈമിങ് കറക്റ്റായിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജു സാംസന്റെ പൊസിഷൻ നമ്പർ 3 അല്ലെങ്കിൽ ഓപ്പണിങ്. സഞ്ജു സാംസൺ നമ്പർ 3 കളിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്പർ 5 നമ്പർ 6 സഞ്ജു സാംസന്റെ ബെസ്റ്റ് പൊസിഷനാണെന്ന്. സൂര്യകുമാർ യാദവ് നമ്പർ 4 കളിച്ചുകൊണ്ട് സഞ്ജു സാംസനെ നമ്പർ 3 കളിപ്പിച്ചില്ലെങ്കിൽ മേ ബി ഇന്ത്യൻ ടീമിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സൂര്യകുമാർ യാദവിന് ഒരു കുഴപ്പമില്ല, നമ്പർ 4 കളിക്കാൻ പറ്റും. തിലക് വർമ്മയുടെ ഇന്നത്തെ ബാറ്റിംഗ് കണ്ടിട്ട് നമ്പർ 6 തിലക് വർമ്മയ്ക്കും കുഴപ്പമില്ല. സഞ്ജു സാംസനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്പർ 3 അല്ലെങ്കിൽ ഓപ്പണിംഗ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ജിതേഷ് ശർമ്മ തന്നെ ആയിരിക്കും നമ്പർ 6 നമ്പർ 7 ഒക്കെ പറ്റിയ പ്ലെയർ. ഇന്നത്തെ ഒരു ബാറ്റിംഗ് കണ്ടിട്ട് അത്രമാത്രം സ്ട്രഗിൾ ചെയ്തു. മേ ബി ഒരു 190 ഒരു 200 ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഇന്ത്യ കുറച്ചുകൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തേനെ. അതുപോലെ ഒരു പ്രഷർ സിറ്റുവേഷനിലോട്ട് സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഇന്ത്യയെ കൊണ്ടുപോയി. പിന്നെ ഇന്ത്യയുടെ ബോളിംഗ് എടുത്ത് പറയുകയാണെങ്കിൽ ശിവൻ ഡുബെ, ചെന്നൈയുടെ ബ്ലഡ്, എന്നാ സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. പാകിസ്ഥാൻ നോക്കുവാണെങ്കിൽ ഇന്ന് നല്ല മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. അവർ അറ്റാക്ക് ചെയ്ത് തന്നെ കളിച്ചു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ബൗണ്ടറി ഓരോ ഓവറിൽ നോക്കുവാണെങ്കിൽ ബൗണ്ടറി കണ്ടെത്തുന്നുണ്ടായിരുന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്ത് കളിച്ചു. എന്നാൽ ശിവൻ ഡുബെ വരുന്നു, 10ാമത്തെ ഓവറിൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു. അവിടെ ഒരു ഇന്നിങ്സ് ബ്രേക്ക് വരുന്നു. അവിടെ റിതം നഷ്ടപ്പെട്ടു. അവിടെ ബ്രേക്ക് കൊണ്ടുവരുന്നു. 2 വിക്കറ്റ് ശിവൻ ഡുബെയുടെ. മനോഹരമായ ബോളിംഗ് പെർഫോമൻസ്. ശിവൻ ഡുബെയുടെ ബോളിംഗ് കാണുമ്പോഴത്തേന് എല്ലാവരും ഒന്ന് വിചാരിക്കും ഇപ്പോൾ ഒരു 6 അടിക്കാമെന്ന്. പക്ഷേ 110 115 വേഗത്തിലാണ് വന്ന് ബോൾ ചെയ്യുന്നത്. കറക്റ്റ് ടൈമിംഗ് എന്തായാലും ബാറ്റർമാർക്ക് കിട്ടാത്തില്ല. സോ ശിവൻ ഡുബെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കളി ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നത് 200-നകത്ത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ശിവൻ ഡുബെയുടെ സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് ആണ് കേട്ടോ. എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ശിവൻ ഡുബെ. ഇന്ന് എടുത്ത് പറയേണ്ട ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യ വരുന്നു, അവിടെ ബ്രേക്ക് ത്രൂ ഇടുന്നു. ഫർഹാന്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു, പക്ഷേ ക്യാച്ച് കൊണ്ട് കളയുന്നു. എന്നാൽ ഫക്കർ സമാന്റെ വിക്കറ്റ് അവിടെ എടുത്തത്. ഫക്കർ സമാൻ നോക്കുവാണെങ്കിൽ നല്ല ടച്ചിലായിരുന്നു. ബുംറയൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ബാറ്റ് ചെയ്യുമായിരുന്നു. നല്ലൊരു ഫോമിലായിരുന്നു തോന്നുന്നു ഫക്കർ സമാന്റെ ബാറ്റിംഗ് കണ്ടിട്ട്. എന്നാൽ വരുന്നു ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഒരു സ്ലോ ബോൾ എറിയുന്നു. സഞ്ജുവിന്റെ മനോഹരമായ ഒരു ക്യാച്ച്. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ. അത് പവർ പ്ലേയിലാണെങ്കിലും ലാസ്റ്റ് ഓവറിലാണെങ്കിലും നല്ല ബോൾ ചെയ്തു ഹാർദിക് പാണ്ഡ്യ. മനോഹരമായിട്ട് ബോൾ ചെയ്തു. പിന്നെ എടുത്ത് പറയേണ്ടത് വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് ആയിരുന്നു. വരുൺ ചക്രവർത്തി വിക്കറ്റ് ഒന്നും കിട്ടിയില്ല, പക്ഷേ
സൂപ്പറായിട്ട് ബോൾ ചെയ്തു. എക്കണോമി നോക്കുവാണെങ്കിൽ 6, കേവലം 4 ഓവറിൽ 25 റൺസാണ് കൊടുത്ത് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വനിൻ ചക്രവർത്തിയുടെ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇന്ന് എടുത്ത് പറയേണ്ടത് സശാൽ ബുംറ. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഉത്തരവാദിത്വം സൂര്യകുമാർ യാദവിനാണ്. ആദ്യത്തെ ഓവറിലെ അടി കൊണ്ടു, രണ്ടാമത്തെ ഓവറിലെ അടി കൊണ്ടു, 2 ഓവറിൽ ബുംറ വഴങ്ങിയത് 21 റൺസ്. എന്നിട്ട് സൂര്യകുമാർ യാദവിന് നിർബന്ധം പിന്നെ അടി വാങ്ങിച്ചു കൊള്ളയ്ക്കണം. ബുംറയുടെ ഒരു ഓഫ് ഡേ ആയിരുന്നു. നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് സീരീസിന് ശേഷം ബുംറ നോക്കുവാണെങ്കിൽ ആ ഒരു ബെസ്റ്റ് പെർഫോമൻസിലല്ല. എക്കണോമി നോക്കുവാണെങ്കിൽ 11, 4 ഓവറിൽ 45 റൺസാണ് അടിച്ചത്. സോ സൂര്യകുമാർ യാദവിന്റെ ബോളിംഗ് റൊട്ടേഷൻ സത്യം പറഞ്ഞ റോങ് ആയിരുന്നു. പവർ പ്ലേക്കകത്ത് സൂര്യകുമാർ യാദവ് ഇന്ന് ബുംറയെ 3 ഓവർ എറിയിക്കാൻ പാടേയില്ലായിരുന്നു. ഇതുപോലത്തെ ഒരു ഓഫ് ഡേ ആയിരുന്നു ബുംറയ്ക്ക്. എന്നിട്ട് അവിടെ കൊണ്ടുവരുന്നു 3 ഓവർ എറിയിപ്പിക്കുന്നു. ബുംറ എനിക്ക് തോന്നുന്നു ഇതുവരെ ആ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചില്ല ഏഷ്യ കപ്പിൽ. വളരെ ഒരു ഓഫായിട്ട് തോന്നുന്നു ബുംറ. പിന്നെ സൂര്യകുമാർ യാദവിന്റെ അടുത്തൊരു മിസ്റ്റേക്ക്, ശിവൻ ഡുബെ കൊണ്ടുവരുന്നു 18ാമത്തെ ഓവറിൽ. ശിവൻ ഡുബെ വഴങ്ങുന്ന 17 റൺസാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബുംറയുടെ ഒരു ഓവർ ബാലൻസ് വെച്ചിട്ട് ബുംറയെ അവിടെ എറിയിപ്പിക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ആവർത്തിച്ചു. പിന്നെ അക്ഷർ പട്ടേൽ, ടീം സെലക്ഷൻ നോക്കുവാണെങ്കിൽ അക്ഷർ പട്ടേൽ പാകിസ്ഥാനിൽ നിന്ന് വെൽ പ്ലാനുമായിട്ടാണ് വന്നത്. അവിടെയും അവർ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ കൊണ്ടുവരുന്നു. അക്ഷർ പട്ടേലിന് ഒറ്റ ഒരു ഓവർ എറിയിക്കാൻ കഴിയുന്നു, ഒറ്റ ഒരു ഓവർ. ഇവിടാണ് ടീം സെലക്ഷനിൽ പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. സുന്ദർ എന്തുകൊണ്ട് ഈ ടീമിന്റെ ഭാഗമാകേണ്ടതായിരുന്നു. ചില സമയങ്ങളിൽ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡർ വരുമ്പോഴത്തേന് അക്ഷർ പട്ടേലിനെക്കാട്ടും നല്ലത് സുന്ദറിനെ കൂട്ട് ഒരു റൈറ്റ് ഹാൻഡ് ബോളറാണ്. ഇന്ന് നോക്കിക്കേ, അക്ഷർ പട്ടേൽ ഇന്ത്യയുടെ കീ ബോളർ, മെയിൻ ബോളർക്ക് കേവലം ഒറ്റ ഒരു ഓവർ എറിയാനേ കഴിഞ്ഞോളൂ, കാരണം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വന്നതുകൊണ്ട്. സോ ടീം സെലക്ഷനിൽ എന്തുകൊണ്ട് സുന്ദറും കൂടെ വേണമായിരുന്നു. സുന്ദർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സുന്ദറിനെ ടീമിൽ ഇടാൻ കഴിഞ്ഞാൽ. ഇതിപ്പോൾ റിങ്കുവിനെ നമ്മൾ കൊണ്ടുവന്നു, റിങ്കുവിനെ കളിപ്പിക്കുന്നില്ല. അർഷദ് റാണെ കൊണ്ടുവന്നു, അർഷദ് റാണെ കളിപ്പിക്കുന്നില്ല. സോ എന്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ആർക്കെങ്കിലും പകരം സുന്ദർ ടീമിൽ വേണമായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി. ഓവറോൾ നോക്കുവാണെങ്കിൽ ഫീൽഡിങ്ങിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ബാറ്റിങ്ങിൽ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അടുത്ത കളി എനിക്ക് തോന്നുന്നു ഈ മിസ്റ്റേക്കൊക്കെ മാറ്റി വരുമെന്ന് തോന്നുന്നു. ബംഗ്ലാദേശിനെതിരെയാണ് അടുത്ത കളി. സൂപ്പറായിട്ട് കളിക്കുന്നു, സ്കോറൊക്കെ ചേസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ബോളിംഗ് ലൈനപ്പ് ഉണ്ട്, സ്പിൻ ലൈനപ്പ് ഉണ്ട്, ഒരു ആവറേജ് ബാറ്റിംഗ് ലൈനപ്പും ഉണ്ട്. സോ ഏകപക്ഷീയമായിട്ട് അടുത്ത കളിയിലൊക്കെ ജയിക്കാൻ കഴിയട്ടെ. ഇന്ന് ആവർത്തിച്ച മിസ്റ്റേക്കുകളൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ ഇന്ത്യൻ ടീം.